ഇന്ന് സെക്കൻഡ് ഡേ ഞങ്ങൾ ഡേ 1 വന്നിട്ട് ഇവിടെ എക്സ്മൂർ നാഷണൽ പാർക്കിൽ ഉള്ള ഒരു ബീച്ചിൽ വന്നിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇവിടെ നാഷണൽ ട്രസ്റ്റിന്റെ ഒരു കാർ പാർക്കുണ്ട്. ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മളവിടെ എത്തിയത്. കാർ പാർക്കിംഗ് നാഷണൽ ട്രസ്റ്റിന്റെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് സ്ലോട്ട് കിട്ടി. പിന്നെ ഇതൊരു സാൻഡി ബീച്ചാണ്. നമ്മൾ സർഫിങ്ങിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന UK-യിലൊരു ബീച്ചാണിത്. പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല സണ്ണി ആയിട്ടുള്ള ഒരു വെതർ. അപ്പോൾ ബീച്ചിൽ ഐസ്ക്രീമും കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ഫാം ഹൗസിൽ നിന്നും ഏകദേശം ഒരു 35 to 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു ഈ ബ്യൂട്ടിഫുള്ളി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ക്രോയിഡ് ബീച്ചിലേക്ക്. നോർത്ത് ഡെവണിലെ എല്ലാ കോസ്റ്റൽ ലൈനും ഇതുപോലെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ്. എല്ലാം കാണുമ്പോഴും നല്ല രസമാണ് കാണാനായിട്ട്. ഡെവണിൻ്റെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോസ്റ്റൽ ലൈനിന് എല്ലാം തന്നെ നമുക്ക് കാരവൻ സ്റ്റേ ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഞങ്ങൾ കാരവൻ സ്റ്റേ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഞങ്ങൾ ഈ ഫാം ഹൗസ് സ്റ്റേ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. നാഷണൽ ട്രസ്റ്റിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ലൈം കിൽ വ്യൂ പോയിൻ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ചെറിയ ക്ലിഫ് ഏരിയ പോലെയുണ്ട്. അവിടെ അമ്മും വികാസൊക്കെ ബോൾ കളിക്കുകയാണ്. എല്ലാവരും കൂടെ ബോൾ കളിച്ച് കുറച്ച് നേരം. പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം നിന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. എവിടെ നിന്നും നോക്കിയാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. എല്ലാ ദിവസവും എത്രയോ ആളുകൾ വന്നു പോകുന്ന സ്ഥലമല്ലേ. എന്നാലും എന്ത് വൃത്തിയായിട്ട് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബീച്ചസൊക്കെ ആണെങ്കിലോ നിറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കായിരിക്കും. ബീച്ച് സാൻഡി ബീച്ച് ആണെങ്കിലും അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറച്ച് റോക്കി പാർട്സ് ആണ്. പാറകൾ പോലെയുണ്ട്, കുറച്ച് റോക്കി പൂൾസ് ഒക്കെ ഉണ്ട് ഈ ക്രോയിഡ് ബീച്ചിൽ. പിന്നെ അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് ബീച്ച് ഹൗസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ബീച്ചിനടുത്തായിട്ടാണ് കൂടുതൽ ആളുകൾ താമസിക്കുന്നത്. പിന്നെ എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫാം ലാൻഡുകളാണ് ഒത്തിരി കാണാം. ഓരോ ബീച്ചിൻ്റെ അടുത്തും ഇതുപോലെ കുറേ കാരവാൻ സ്റ്റേയും അതുപോലെ കുറച്ച് ആളുകളുടെ ആ വീടുകളും സ്റ്റേക്കേഷനെ പറ്റിയ സംഭവങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഹൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നാഷണൽ ട്രസ്റ്റിൻ്റെ 2-3 വ്യൂ പോയിൻറ്റ്സും ഉണ്ട്. ബാഗി പോയിൻറ്റ്, ഹിഡൻ വാലി എന്നൊക്കെ പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയ ക്ലിഫിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓരോ വാക്ക് ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ ഒരു യാത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അടുത്തൊരു ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്നവർ കുറേയൊക്കെ പേര് സർഫ് ചെയ്യാൻ വരുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്ഫിറ്റ്സൊക്കെ ഇട്ട് സർഫിങ് ബോർഡൊക്കെ പിടിച്ചിട്ടാണ് ഓരോരുത്തരും പോകുന്നത്. ഒരു നല്ല വൈബ്രൻറ്റ് വില്ലേജ് ഫീലാണ് ഈ ക്രോയിഡ് ബീച്ചിൽ ഉള്ളത് കേട്ടോ. കാർ പാർക്കിന് അടുത്തായിട്ട് വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ നാഷണൽ ട്രസ്റ്റിൻ്റെ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബീച്ചിൽ നിന്ന് നമ്മൾ പോകുന്നത് ഉള്ളക്കോം ബീച്ചിലേക്കാണ്. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഈ ക്രോയിഡ് ബീച്ചിൽ നിന്ന് ഉള്ളക്കോം ബീച്ചിലേക്ക്. അതും ഒരു സാൻഡി ബീച്ചൊക്കെ തന്നെയാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾ ഈവനിങ് ആയിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പക്ഷേ നേരത്തെ കണ്ട ബീച്ചാണ് ഉള്ളക്കോം ബീച്ചിനേക്കാളും നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഈ ഉള്ളക്കോം ബീച്ചിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ 2 ബീച്ചസാണ് കവർ ചെയ്തത്. നല്ല മനോഹരമായിട്ടുള്ള നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന 2 ബീച്ചസ് ആയിരുന്നു. ഈ ബീച്ചസിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.